യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. വരാൻ വരുന്ന ആപത്തനർത്ഥമെന്നൊക്കെ കർത്താവ് പിടിപ്പിച്ച് കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറയിൽ മറയ്ക്കുന്നത് പോലെ നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ വിശ്വസ്തകൾക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കഴിവല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മെ നിർത്തി. സ്തോത്ര. ഹല്ലേലൂയ. ദൈവം നമ്മെ നടത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ ഇപ്പോൾക്കാലം വിശ്വസിക്കുക. കഴിഞ്ഞ നാളുകളെ നടത്തിയ ദൈവം, ഈ നിമിഷം വരെ നടത്തിയ ദൈവം ഇന്നും നമ്മെ നടത്തുവാൻ മതിയായവനായി നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിതയാത്രയെ നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത് സർവശക്തനായ ദൈവമത്രേ. ആ കർത്താവ് നമ്മെ എത്തിക്കേണ്ടടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉറപ്പും ധൈര്യത്തോടും നാം യാത്ര ചെയ്യുക. സ്തോത്രം. പൽക്കാലത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. നമ്മുടെ കൈയുടെ പ്രവൃത്തികൾ സാധിക്കും. ആമേ. സ്തോത്രം. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കുക, നമ്മോട് കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ പരാജയപ്പെട്ടു പോയ മേഖലയിൽ കാണുമായിരിക്കാം. അത് ഈ സ്തോത്ര. ഹല്ലേലൂയ. തോൽവികളും നിരാശകളും ഒക്കെ വന്ന മേഖലയിൽ കാണുമായിരിക്കാം. എന്ന ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ ഒരു ഉറപ്പോടു കൂടി, ആ ഒരു ധൈര്യത്തോടു കൂടി നാം യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ നാം ഓവർകം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. കഴിഞ്ഞ നാളുകളിൽ നാം പരാജയപ്പെട്ട ഇടത്ത് നാം ജയിച്ച് കയറുവാനായിട്ട് ഇടയായിത്തീരും. നാം പലർക്കും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമ്മോട് കൂടെ ഇരിക്കും ദൈവം നമ്മുടെ സകല പ്രവൃത്തിയിലും കൂടിയിരിക്കും. അത് നാം തൊടുന്ന ഓരോന്നും അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 39 അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിനകത്ത് 4 ഇടങ്ങളിൽ ജോസഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നപ്പോൾ ഉണ്ടായ 4 കാര്യങ്ങളും അതിന്റെ താഴെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുവന്റെ കൂടെ ദൈവം ഇരുന്ന, സ്തോത്രം, സാധാരണ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് അല്ലെങ്കിൽ സാധാരണക്കാരിൽ നിന്ന് വ്യത്യസ്തത ആയിത്തീരുന്ന ഒന്നത്രേ ദൈവം നമ്മോട് കൂടെ ഇരുന്ന. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം പ്രിയ ദൈവമക്കളെ, ജോസഫിന്റെ കൂടെ ദൈവം ഇരിക്കാൻ കാരണം നമുക്കറിയാം. ജോസഫ് ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിനോട് ചേർന്ന് നിൽക്കുവാനായിട്ടിടയായി തീർന്നു. അങ്ങനെ നാം ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തിന്റെ വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഈ പകൽക്കാലം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നതിന് തടസ്സമായത് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ ആ മേഖലയെ നാം പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുക. പ്രിയ മക്കളെ, നമ്മുടെ ഒറ്റയ്ക്കുള്ള യാത്ര നാം പരാജയപ്പെട്ടു പോവുക. ഒറ്റയ്ക്കുള്ള യാത്ര നാം വിജയത്തിലേക്ക് എത്തുകയല്ല. പല പകുതി വഴി വെച്ച് നാം തളർന്നു പോകും. പക്ഷേ സർവശക്തനായ ദൈവം നമ്മോട് കൂടി ഇരിക്കേണ്ടതിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ നാം വിട്ടുകൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനങ്ങൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വങ്ങൾ നാം കൊടുത്ത് നാം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ ദൈവം നമ്മോട് കൂടിയിരിക്കും. നമ്മുടെ കൈയുടെ പ്രവർത്തികൾ സഫലമായി തീരും. ചിലതൊക്കെ നമ്മുടെ കരത്തിലേക്ക് വന്ന് ദൈവം കൂട്ടിച്ചേർത്ത് തരുവാനായിട്ട് ഇടയായിത്തീരാം. നാം അനേകം പേർക്ക് ഒരു അനുഗ്രഹവും ഒരു അത്ഭുതമായി തീരുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെ ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിച്ചു കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുക. അപ്പാ, എന്റെ കൂടെ ദൈവം ഇരിക്കണമേ. ആരും നമ്മുടെ കൂടെ ഇല്ല എങ്കിലും, ആരും നമ്മുടെ കൂടെ നിന്നില്ല എങ്കിലും, സർവശക്തനായിരിക്കുന്ന ദൈവ, അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവ നിന്റെ കൂടെയുണ്ടെങ്കിൽ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തര ഞാൻ സകലത്തിലും മതിയായി തീരും. ഹല്ലേലൂയ. അതേ സ്തോത്രം. കഴിഞ്ഞ നാളത്തെ ഹല്ലേലൂയ ചില വേദനകൾ, ചില പ്രയാസങ്ങൾ, ഹല്ലേലൂയ
ഹല്ലേലൂയ. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റുകയാ. അസാധാരണമായ ചില ദൈവപ്രവർത്തികൾക്കായിട്ട് ദൈവം നിന്നെ മുൻപന്തിയിൽ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ദൈവം നിന്നോട് കൂടെ ഇരുന്ന നിന്നോട് കൈമാറിയതായ ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാനായിട്ട് ഇടയായിത്തീരും. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുമ്പോ അതേ നിന്നെ നിന്നെ നശിപ്പിക്കുവാൻ പദ്ധതി ഇട്ടവർക്ക് തന്നെ നിന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. അങ്ങനെയെങ്കിൽ ആ കർത്താവുമായിട്ട് ഈ പകൽക്കാലം നമുക്ക് യാത്ര ചെയ്യാം. സ്വർഗത്തിലെ ദൈവം സകലതിനെ സഫലമാക്കി തന്ന് നമ്മെ മാനിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഇവിടെ 39 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അതിനെ 2-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. യഹോവ ജോസഫിന് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഒന്നാമതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അങ്ങനെ നമ്മോട് കൂടെ ദൈവം ഇരുന്ന നാം കൃതാർത്ഥനായി തീരും. നാം ഒരിടത്തും തല കുനിച്ച് നിൽക്കേണ്ടി വരികയില്ല. ഒരിടത്തും നാം നിരാശപ്പെട്ട് നിൽക്കേണ്ടി വരികയില്ല. ഒരിടത്തും നാം പരാജയപ്പെട്ട് നിൽക്കേണ്ടി വരികയില്ല. ഇവിടെ എന്ത് ചെയ്യും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജോസഫ് കൃതാർത്ഥനാകാനായിട്ടുള്ള കാരണം എന്ത് എന്ന് അവിടെ വചനത്തിൽ കാണുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ പ്രിയ ദൈവമക്കളെ, നമ്മോട് കൂടെ, നമ്മുടെ തലമുറയോട് കൂടെ, നമ്മുടെ കുടുംബത്തോട് കൂടെ, നമ്മുടെ ശുശ്രൂഷയോട് കൂടെ ദൈവം ഇരുന്ന. സ്തോത്രം. സകലത്തിൽ കൃതാർത്ഥനായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. നിന്നെ ലജ്ജിപ്പിക്കുവാൻ നോക്കിയ, നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കിയ, നിന്നെ തകർത്തു കളയുവാൻ നോക്കിയവരുടെ നടുവിൽ നിന്നെ കൃതാർത്ഥനാക്കി തീർക്കേണ്ടതിനായിട്ട്, നിന്റെ കുടുംബത്തെ തല ഉയർത്തി നിർത്തേണ്ടതിനായിട്ട്, നിന്റെ കുടുംബത്തെ മാനിക്കേണ്ടതിനായിട്ട്, നിന്റെ തലമുറയിലുമേ കിടക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റേണ്ടതിനായിട്ട് ഈ പകൽക്കാലം സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, സ്തോത്രം. ഈ പൽക്കലം അങ്ങനെ തന്നെ നാം വിശ്വസിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. ജോസഫിന്റെ ജീവിതത്തിനകത്ത് ഒത്തിരി പ്രയാസങ്ങൾ കടന്നു വന്നു, പ്രതികൂലങ്ങൾ കടന്നു വന്നു. സ്തോത്ര. തന്റെ സഹോദരങ്ങൾ തന്നെ വിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു, പൊട്ടക്കിണറ്റിൽ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷേ അവിടെ ഒന്നും തകർന്നു പോകാൻ വാഗ്ദത്തമുള്ളവനെ ദൈവം ഇടയാക്കിയില്ല. ഹല്ലേലൂയ. നിന്റെ മേൽ വാഗ്ദത്തമുണ്ടോ? ആ വാഗ്ദത്തം ചലിച്ചുകൊണ്ടിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ആ വാഗ്ദത്തം കൊണ്ട് നിവർത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തീരാ. ഇവിടെ നമുക്ക് വ്യക്തമായി തിരുവചനത്തിൽ കാണുന്നു, ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി തീർന്നു. അടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുന്നുവെന്നും അവന്റെ യജമാനൻ കണ്ടു. ഹല്ലേലൂയ. നമ്മോട് കൂടെ ദൈവമുണ്ട് എന്ന് ചിലർ കാണാൻ പോകുക. ഈ പൽക്കലം എത്ര പേർ വിശ്വസിക്കുന്നു പ്രിയ ദൈവമക്കളെ? സ്തോത്രം. കാരണം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കുവാനായിട്ട് ഇടയെത്തുന്നു. ഒരു മനുഷ്യൻ ചെയ്യുന്നത് സാധിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ചിലത് നമ്മിൽ കൂടി സാധിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ചിലർ ചിന്തിക്കുവാൻ തുടങ്ങും. ചിലർ നീ സ്തോത്രം മനസ്സിലാക്കുവാനായിട്ട് ഇടയത്തീരും. ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ അസാധാരണക്കാരനാണ്, ഇവന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അപ്രകാരം ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ജോസഫിന്റെ കൂടെ ദൈവമുണ്ട് എന്ന് അറിയുവാൻ കാരണം എന്താണ്? അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ നീ ശബ്ദം കേൾക്കുന്ന ദൈവപൈതലേ, നിന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന്. സ്തോത്രം. നിന്റെ ജോലി മേഖലയിൽ ദൈവം അറിയിക്കാൻ പോകിയ കാരണം നിനക്ക് വേണ്ട എക്സ്പീരിയൻസ് കാണത്തില്ലായിരിക്കാം, നിനക്ക് വേണ്ട യോഗ്യത കാണത്തില്ലായിരിക്കാം, അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ കാണത്തില്ലായിരിക്കാം. പക്ഷേ നിന്നെ കൊണ്ട് ദൈവം ചിലതൊക്കെ സാധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരാ. അതേ. സ്തോത്രം. പ്രബലനായി നിൽക്കുന്ന ചിലർക്കും ചെയ്യാൻ പറ്റാത്തത്, അതേ മേൽത്തൊട്ടി നിൽക്കുന്ന പലർക്കും, നിന്നേക്കാൾ യോഗ്യതയും വിദ്യാഭ്യാസവും പദവിയുമുള്ള പലർക്ക് ചെയ്യാൻ പറ്റാത്തതിനെ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ കൊണ്ട് ദൈവം ചിലത് ചെയ്യിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരാ. അങ്ങനെ ചെയ്യുവാനായിട്ട് ഇടയായി തീരുമ്പോ സ്തോത്ര, നിന്റെ കൂടെ ദൈവം ഉണ്ട് എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കും. സ്തോത്ര. ഈ പകൽക്കാലം സ്തോത്ര, പലരും പരാജയപ്പെട്ട മേഖലകളെ കൈകാര്യം ചെയ്യുവാൻ ഈ പകൽക്കാലം ലൈവ് വാച്ച് ചെയ്യുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കാൻ പോകുക. സർവശക്തനായ ദൈവം കൂടെ ഇരിക്കാൻ പോകുക. നിന്നെ ചിലയിടത്ത് ശക്തിപ്പെടുത്തേണ്ടതിനായിട്ട്, ദൈവം നിന്നെ ബലത്തോടെ നിർത്തേണ്ടതിനായിട്ട്, ഇത് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിന്നേക്കാൾ ശ്രേഷ്ഠരായ പലരും മാറിപ്പോയ ഇടത്ത് സ്തോത്ര, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയും കയറ്റി നിർത്തിക്കൊണ്ട് അത് സാധിപ്പിക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ ജോസഫ് ചെയ്യുന്നതൊക്കെ സാധിക്കുന്നു എന്ന് യജമാനൻ കണ്ടു. ഹല്ലേലൂയ. അതേ സ്തോത്രം. ചിലർ കാണാൻ പോകുക പ്രിയ ദൈവമക്കളെ. ഇവിടെ വചനത്തിൽ പറയുന്നു യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെ യഹോവ സാധിപ്പിക്കുന്നുവെന്ന്. അവന്റെ സ്വന്തം കൈകൊണ്ട് സാധിച്ചെന്നല്ല അവിടെ യജമാനൻ പറയുന്നത്, യഹോവ സാധിപ്പിക്കും. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ പ്രവർത്തികളെ ദൈവം സാധിപ്പിക്കാൻ പോകിയ സ്തോത്ര. നിന്റെ ബിസിനസ് മേഖലകൾ ഒരു ബ്ലെസ്സിങ് വെളിപ്പെടാൻ പോകിയ, നിന്റെ ആത്മീയ ശുശ്രൂഷയമേ ദൈവത്തിന്റെ ബ്ലെസ്സിങ് വെളിപ്പെടാൻ പോകിയ. ചിലതൊക്കെ സാധിക്കും. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല, എന്നെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല, ഓ എനിക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല, എന്റെ തലമുറയ്ക്ക് ഇതൊന്നും വിധിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നീ സാഹചര്യങ്ങൾ നോക്കി പലതിനെ ഒഴിവ് കഴിവുകൾ പറയുമ്പോ ഈ പൽക്കാലം പരിശുദ്ധാത്മ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ ഒരുവൻ ചലിച്ച സ്വർഗത്തിലെ ദൈവം ചലിക്കാൻ തയ്യാറായ പ്രിയ ദൈവ പൈതലേ, നിന്റെ കൈയുടെ പ്രവൃത്തികളൊക്കെ സാധിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്ക, അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതിനെ ദൈവം നിന്നെ കൊണ്ട് ചിലത് സാധിപ്പിക്കാൻ പോകുക. ജോസഫ് ആരാ? സ്തോത്രം. ഹല്ലേലൂയ. ഒരു ബാലനാ. സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ ജീവിത സാഹചര്യങ്ങൾ നമുക്കറിയാം, കടന്നു വന്ന സിറ്റുവേഷനുകൾ നമുക്കറിയാം. പക്ഷേ പ്രിയ ദൈവമക്കളെ, ദൈവം ഒരുവനെ മാനിക്കുവാൻ തുടങ്ങിയ, ഒരു ദൈവം ഒരുവനെ അനുഗ്രഹിക്കണമെന്ന് സ്തോത്രം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിനാർക്കും തടയാൻ കഴിയില്ല. കാരണം അവന്റെ മേൽ കൂടെയിരിക്കുന്നത് സർവശക്തനായ ദൈവമത്രേ. ഹല്ലേലൂയ. ലോകത്തെ ജയിച്ചതായ സർവശക്തനായ ദൈവം അവന്റെ കൂടെ ഇരുന്ന് സ്തോത്രം സകലതിനെയും ഹല്ലേലൂയ അതേ ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയതായ ദൈവം. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തെ സാധ്യം എന്ന് അരുളി ചെയ്തതായ സർവശക്തനായ ദൈവം ജോസഫിന്റെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? യഹോവ സാധിപ്പിക്കുന്നു. ഹല്ലേലൂയ എന്ന് അവന്റെ യജമാനൻ കണ്ടു. ഈ പൽക്കലം നിന്റെ കൂടെ ദൈവം ഇരുന്ന് ചിലത് സാധിപ്പിക്കുന്നു എന്ന്. നിന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല, നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടല്ല, നിന്റെ കഴിവ് കൊണ്ടല്ല ഇത് നടക്കുന്നത്. ദൈവം നിന്റെ കൂടെ ഇരുന്ന് സാധിപ്പിക്കുന്നു എന്ന്. നിന്റെ തലമുറയുടെ എക്സാമിന് കൂടെ ദൈവം ഇരുന്ന് സാധിപ്പിക്കുന്നു എന്ന്. നിന്റെ ബിസിനസ് മേഖലയിൽ കൂടെ ഇരുന്ന് സ്തോത്ര ദൈവം ചിലത് സാധിപ്പിക്കുന്നു എന്ന് ചിലർ കാണാൻ പോകിയ. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി യേശുവിന്റെ നാമത്തെ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്താൻ പോകിയ. ചിലതൊക്കെ സാധിക്കും പ്രിയ ദൈവമക്കളെ. ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. കർത്താവ് ഇന്ന് കൂടെ നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ന് ചിലതൊക്കെ സാധിക്കും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന യാത്രയെ ദൈവം സഫലമാക്കി തരും. നിന്റെ യാത്രയിൽ ഇന്ന് ചെയ്ത് തീർക്കേണ്ടത് ചിലതിനെ ദൈവം സാധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. മൂന്നാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 21 വാക്യത്തിൽ കാണുന്നു, എന്നാൽ യഹോവ ജോസഫിനോട് കൂടിയിരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. മൂന്നാമത് ഒരുവന്റെ കൂടെ ദൈവം ഇരുന്നാൽ എത്ര തന്നെ പ്രതികൂലമായി നിൽക്കുന്ന വ്യക്തി ആയിക്കഴിഞ്ഞാലും അവന് ഇവനോട് ദയ തോന്നത്തക്ക രീതി ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ സ്തോത്രം. നീ ഒരിടത്ത് കയറി ചെല്ലുമ്പോ അവിടെ ആരോട് ദയ കാണിക്കാത്ത വ്യക്തി ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ദൈവം നിന്റെ കൂടെ ഇരുന്നാൽ അവരുടെ മേൽ ദൈവം കൃപ കൊടുക്കും. ഹല്ലേലൂയ. അതെ, അവരുടെ മേൽ ദൈവം കൃപ കൊടുക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം കൃപ ചലിക്കാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി. ഈ പകൽക്കാലം എന്നെ ആര് സഹായിക്കും, ആരിതിനു വേണ്ടി എന്റെ കൂടെ ഇരിക്കും എന്നൊക്കെ നീ ചോദിക്കുന്നില്ലേ? ആര് എന്നെ കൊണ്ട് എനിക്ക് വേണ്ടി ഈ പ്രവൃത്തികൾ ചെയ്യിപ്പിച്ചു തരുമെന്ന് ചോദിക്കുന്നില്ലേ? ഇന്ന് ചിലർക്ക് വേണ്ടി ദൈവത്തിന്റെ കൃപ ചിലരുടെ മേൽ വെളിപ്പെടാൻ പോകുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ ദയ, അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി. സ്തോത്രം. ഈ പകൽക്കാലം നീ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ചിലരുടെ മേൽ ദൈവത്തിന്റെ കൃപ കൊടുക്കും. നിനക്ക് വേണ്ടി ചിലത് ചെയ്ത് തരേണ്ടതിനായിട്ട്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്ത് തരേണ്ടതിനായിട്ട്, നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തേണ്ടതിനായിട്ട്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന ഇടത്ത് സ്തോത്രം ദൈവത്തിന്റെ കൃപ ചലിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ ചലിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഇവിടെ വചനത്തിൽ കാണുന്നു, യഹോവ ജോസഫിന്റെ കൂടെ ഇരുന്നു, കാരാഗൃഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വണ്ണം. ഹല്ലേലൂയ. ഒരിക്കലും കാരാഗൃഹ പ്രമാണിക്ക് ജോസഫിനോട് ദയ തോന്നേണ്ട കാര്യമില്ല. പക്ഷേ
അസാധാരണമായ ഒരു സ്വഭാവത്തെ ദൈവം അവിടെ വെളിപ്പെടുത്തി. ഒരിക്കലും ആ മനുഷ്യന്റെ കാരാഗൃഹ പ്രമാണിയുടെ ക്യാരക്ടറിൽ നിന്ന് വെളിപ്പെട്ടു വരാത്തതായ ഒരു സ്വഭാവത്തെ അവിടെ ദൈവം വെളിപ്പെടുത്തി. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലം വിളിച്ചു പറയട്ടെ, നിനക്ക് വേണ്ടി ചിലതിന്റെ സ്വഭാവത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. അതേ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. മെലിത്തയിൽ പൗലോസ് എത്തിക്കഴിഞ്ഞപ്പോ ബെർബരന്മാർ അവരോട് അസാധാരണ ദയ കാണിക്കുവാനായിട്ടിടയായി തീർന്നു. അതേ സ്തോത്രം. അവിടെ കാണുന്നു, ഒരിക്കലും ബെർബരന്മാർ ഇവരോട് ദയ കാണിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല, വളരെയധികം വികൃതമായിരിക്കുന്ന ഒരു ക്യാരക്ടറാ ബെർബരന്മാരെ കുറിച്ച് നമുക്ക് പഠിച്ചാൽ കാണുന്നു. പക്ഷേ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കൃപ അവിടെ ചലിച്ചു കഴിഞ്ഞപ്പോ ഒരു അസാധാരണ ദയ. ഹല്ലേലൂയ. അതേ ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നില്ലേ, എന്റെ മേൽ ദൈവത്തിന്റെ ഒരു കൃപ വെളിപ്പെട്ടുവെങ്കിൽ, ചിലരൊക്കെ എന്നോട് ദയ കാണിച്ചിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്നില്ലേ? ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ അർഹിക്കാത്ത രീതിയെ ദൈവത്തിന്റെ ദയ നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന യാത്രയിൽ, നീ ആയിരിക്കുന്ന ഇടത്തെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുക. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം. ഹല്ലേലൂയ. ഈ പൽക്കാലം പ്രിയതേ മക്കളെ, അങ്ങനെ ഒരു ദൈവ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. ചിലർ നിന്നോട് ദയ കാണിക്കും. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ഇതുവരെ ദയ കാണിക്കാത്തവർ, ഇതുവരെ യാതൊരു അനുകമ്പയും കാണിക്കാത്തവർ, ഒരു മനസ്സലിവ് കാണിക്കാത്തവർ നിന്നോട് ചിലത് കാണിക്കും, ദയ കാണിക്കും. ഹല്ലേലൂയ. അവിടെ സ്തോത്രം അടുത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 23 വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. യഹോവ അവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കുന്നത് കൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. അടുത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അതേ യഹോവ അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ ചെയ്യുന്നതൊക്കെ സഫലമായി. പ്രിയതേ മക്കളെ, നമുക്കറിയാം, സ്തോത്രം, ജോസഫ് കടന്നു പോയ സാഹചര്യം ഒരിക്കലും എന്ത് ചെയ്യുന്നു, കാരാഗ്രഹത്തിൽ കടന്നു പോകത്തക്ക രീതി തെറ്റൊന്നും ജോസഫ് ചെയ്തില്ല. പക്ഷേ തെറ്റ് ചെയ്യാത്തവന് കാരാഗ്രഹത്തെ സ്തോത്രം മുൻപിൽ വന്നു കഴിഞ്ഞപ്പോ ആ കാരാഗ്രഹത്തിൽ ഒറ്റയ്ക്ക് വിട്ടില്ല. സ്തോത്രം. ഒരു തടവ് പുള്ളിയെ പോലെ അല്ല ജോസഫ് ആയിരുന്നത്, മറിച്ചെന്താ, അവിടെ ഉള്ളവർക്കെല്ലാം അവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. ഒരു മേൽവിചാരനാക്കി അവിടെ അതിന്റെ തൊട്ടു മുമ്പാത്തി കാണുവാൻ സാധിക്കുന്നു. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. നീ ചിലർത്ത് ചെയ്യില്ലപ്പോ ദൈവം നിന്റെ കരത്തിൽ ചിലത് ഏൽപ്പിക്കത്തക്ക രീതിയെ നിന്റെ പ്രവർത്തികളെ ദൈവം സഫലമാക്കി തീർക്കും. ജോസഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ പ്രവൃത്തി ഒക്കെയും അവൻ വിചാരകനായിരുന്നു. സകലതിനും വിചാരകനാക്കി നിർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഒരു തടവുകാരനായി പോയവനെ വിചാരകനാക്കി മാറ്റിയ ഒരു ദൈവം. പ്രിയതേ മക്കളെ, നിന്റെ പൊസിഷനെ ദൈവം മാറ്റുവാനായിട്ടിടയായിത്തീരും. ഇന്നാരും നിന്നെ മാനിക്കുന്ന രീതിയിലായിരിക്കില്ല നിന്റെ ജോലി സ്ഥലത്തായിരിക്കുന്നത്. പക്ഷേ ദൈവം ചിലർക്ക് കയറ്റി നിർത്താൻ പോകുകയാ. ചില പൊസിഷനുകൾ ദൈവം നിനക്ക് തരുവാനായിട്ടിടയായിത്തീരും. ചില മാന്യതകൾ ദൈവം നിനക്ക് തരുവാനായിട്ടിടയായിത്തീരും. ജോസഫോ എന്ന് ചോദിച്ച് പരിഹസിച്ചവർ കാണുമായിരിക്കാം. പക്ഷേ ജോസഫ് കാരാഗ്രഹത്തിൽ ചെന്നപ്പോ കാരാഗ്രഹ പ്രമാണി അസാധാരണമായ ദയ തോന്നത്തക്ക ദൈവം കൃപ കൊടുത്തു. അവന്റെ കൈയുടെ പ്രവൃത്തികളൊക്കെ സാധിക്കുന്നു എന്ന് അവ കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോ കാണുവാൻ സാധിക്കുന്നു. ജോസഫിന്റെ കൈ സകലരെയും ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തികൾക്കൊക്കെയും അവൻ വിചാരകനായി തീർന്നു. സകലതിന്റെ മേൽനോട്ടം, ചിലതിനെ വാഴുവാൻ ദൈവം ജോസഫിനെ അധികാരപ്പെടുത്തുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. യഹോവനോട് കൂടെ ഇരുന്ന് അവൻ ചെയ്തതൊക്കെ സഫലമാക്കൊണ്ട് അവന്റെ കൈക്കീഴിലുള്ള യാതൊന്ന് കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. പ്രിയതേ മക്കളെ, ഒരു തടവുകാരനായി പോയവനെ ഹല്ലേലൂയ അവിടെ ഉള്ള ഏറ്റവും ഉന്നതനാക്കി തീർത്തു. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നീ ചെയ്യാത്ത ചില കുറ്റത്തിന് വേണ്ടി ചിലപ്പോൾ ശിക്ഷ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ചില വേദനയിൽ കൂടി നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിരാശപ്പെട്ടു പോകേണ്ട. സ്തോത്രം. അവിടെയും ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയത്തിനും സാധാരണക്കാരനെ പോലെ തെറ്റ് ചെയ്തവർ ആയിരിക്കുന്ന ഒരു അനുഭവത്തിൽ കർത്താവ് നിന്നെ അവിടെ നിർത്തത്തില്ല.
മറിച്ച് നിന്നെ വ്യത്യസ്തനായിട്ട് ഹല്ലേലൂയ അതേ വ്യത്യസ്തനായിട്ട് സ്വർഗത്തിലെ ദൈവം നിന്നെ കയറ്റി നിർത്തുവാനായിട്ട് ഇടയത്തില്ല. അതേ മറ്റുള്ളവർ നോക്കും ഹല്ലേലൂയ ഓവൻ കാരാഗൃഹത്തില, പക്ഷേ നിനക്ക് ചില പദവികൾ ദൈവം അവിടെ ഒരുക്കി വച്ചിട്ടാ നിന്റെ മേൽ പകരപ്പെട്ടത് ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തത്തിലേക്ക് പുറത്തു വരാനോട്ടുള്ളത് നിന്റെ മേൽ കർത്താവ് പകർന്നിട്ടുണ്ട്. അതിനെ വെളിപ്പെടുത്തുന്ന ഒരിടമത്രേ കാരാഗൃഹം. ജോസഫ് കാരാഗൃഹത്തിൽ കിടന്നത് കൊണ്ടാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്തോത്രം, അവിടെ ആ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടയായി തീർന്നത് നിന്റെ മേൽ പകരപ്പെട്ട കൃപകൾ എവിടെ വെളിപ്പെടണമെന്ന്, നിന്റെ മേൽ കൈമാറപ്പെട്ട ദൈവിക അത്ഭുതങ്ങൾ എവിടെ വെളിപ്പെട്ടു വരണമെന്ന് എന്റെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അങ്ങനെ നീ പ്രതീക്ഷിക്കാത്ത ചില ഇടത്ത് നീ ചിലപ്പോൾ അല്പസമയം ഇരിക്കേണ്ടി വരും, അല്പസമയം കിടക്കേണ്ടി വന്നിരിക്കാം. പക്ഷേ അതൊന്നും യാദർച്ഛികമായി നിനക്ക് തോന്നിയാലും എന്റെ ദൈവത്തിന്റെ ലിസ്റ്റിൽ യാദർച്ഛികമല്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നിന്റെ മേൽ നിറവേറുന്നതിന് മുൻപടിയായിട്ടുള്ള ചിലതത്രേ ഹല്ലേലൂയ നിന്റെ മേൽ പകരപ്പെട്ടത്. ആ ദർശനമാ എന്ത് ചെയ്തത്? ആ സ്വപ്നം പാനപാത്ര വാഹന പ്രമാണിക്കും അപ്പക്കാര പ്രമാണിക്കൊക്കെയും പറഞ്ഞു കൊടുത്തതാ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുവൻ കാരാഗൃഹത്തിൽ കിടക്കുന്നു എന്ന് അത് സ്തോത്ര സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ പാനപാത്രവാഹരുടെ പ്രമാണിയെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ടിടയായി തീർന്നത്. സ്തോത്രം. അങ്ങനെക്ക് ദൈവം നിന്റെ മേൽ തന്നിട്ടുള്ളതിനെ നീ തെളിയിക്കാൻ നിൽക്കണ്ട. ദൈവം നിന്നെ തെളിയിപ്പിക്കും ചിലയിടത്ത്. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിനക്ക് ചില കഴിവുകൾ തന്നിട്ടുണ്ടായിരിക്കാം, ചില കൃപകൾ തന്നിട്ടുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ എങ്ങനെ പുറത്തെടുക്കാം, എങ്ങനെ അറിയും എന്ന് നിരാശപ്പെടേണ്ട. ദൈവിക വാഗ്ദത്ത പ്രകാരം ദൈവം നിന്റെ മേൽ ചിലത് കൈമാറിയിട്ടുണ്ട്. തക്ക സമയത്ത് പ്രിയ ദൈവമക്കളെ അത് അറിയേണ്ടവരെ ദൈവം അറിയിക്കുവാനായിട്ടിടയത്തിര, അത് കാണേണ്ടവരെ കാണിക്കുവാനായിട്ടിടയായിത്തീര. സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തെടുക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സ്തോത്രം ഹല്ലേലൂയ ജോസഫ ഇവിടെ സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെയൊക്കെ ചിലതിൻ്റെയൊക്കെ പൂർത്തീകരണങ്ങൾ നടക്കുന്ന നീ പ്രതീക്ഷിക്കാത്ത ചില മേഖലയ്ക്കകത്തായിരിക്കാം. ഇവിടെ 4 ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നപ്പോ അവന്റെ കൈയുടെ പ്രവൃത്തികളൊക്കെ അവൻ കൃതാർത്ഥനായി തീർന്നു. അവന്റെ കൈയുടെ പ്രവൃത്തികൾ സാധിക്കുന്നു എന്ന് യജമാനൻ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കാരാഗൃഹ പ്രമാണിക്ക് അവനോട് അസാധാരണ ദയ തോന്നത്തക്ക രീതി ദൈവത്തിന്റെ കൃപ ചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അതേ കാരാഗൃഹത്തിലുള്ള സകലതിന്റെ വിചാരകനാക്കി പൊസിഷനുകളെ മാറ്റി ജോസഫിനെ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ കൂടെ ഇരുന്ന സ്തോത്ര ഹല്ലേലൂയ നിന്റെ സകല പ്രവർത്തികളും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരുക. നീ പലർക്കും ഒരു അനുഗ്രഹമായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നമ്മോട് കൂടെ അരുളി ചെയ്തതായ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിവർത്തീകരിക്കപ്പെടുവാൻ ഇടയായിത്തീര. ദൈവം നമ്മെ മടക്കി വരുത്തും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി 28 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ജോസഫ് സ്തോത്ര അബ്രഹാമിന്റെ കൂടെ ദൈവം ഇരുന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ സ്തോത്ര യാക്കോബിന്റെ ജീവിതത്തിനകത്ത് നമുക്ക് അവിടെ ഒരു ഭാഗം കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന്റെ 28 അധ്യായം 15 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ പോകുന്നിടത്തൊക്കെ നിന്നെ കാത്തി രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും, ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്ത് നിവർത്തിക്കും. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവം നമ്മോട് കൂടെ ഇരുന്ന് നമ്മോട് അരുളി ചെയ്തതായ അരുളപ്പാടുകളൊക്കെ നിവർത്തിച്ച് തന്ന് ദൈവം നമ്മെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. അങ്ങനെ ഈ പകൽക്കാലം ഒന്ന് ആഗ്രഹിക്കാമോ? ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും എന്റെ സ്വർഗത്തിലെ ദൈവം നമ്മോട് കൂടെ ഇരിക്കണമേ. നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ജോസഫിന്റെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നു. പാപം തന്റെ മുമ്പിൽ ചെയ്യുവാൻ വന്നപ്പോഴും താൻ സ്തോത്ര ഹല്ലേലൂയ എന്താണ് പാപം എന്നോ അല്ലെങ്കിൽ ഇത് ചെയ്തുകൂടാ എന്നൊരു നിയമവും നിലവിൽ വരാതെ കടന്നപ്പോഴും താൻ എന്ത് ചെയ്തു? തന്റെ കൂടെയുള്ള ദൈവത്തെ വേദനിപ്പിക്കാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായ ജോസഫ് ആ ദൈവത്തെ
ലോകത്ത് തന്നോട് കൂടെ ഇരിക്കുന്ന ദൈവത്തെ മാറ്റിവിടാൻ തയ്യാറായില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വരട്ടെ, ഏതെല്ലാം പ്രലോഭനങ്ങൾ കടന്നു വരട്ടെ, നിന്റെ കൂടെ ആരാണ് ഉള്ളതെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നീ യാത്ര ചെയ്യാൻ തയ്യാറാക്കണം. സ്തോത്ര. പല പ്രലോഭനങ്ങൾ നിന്റെ മുമ്പിൽ കടന്നു വരാം, പല പ്രതിസന്ധികൾ കടന്നു വരാം, പല പ്രയാസഘട്ടങ്ങളിൽ കൂടി നീ കടന്നു പോയിരിക്കാം. പക്ഷേ അവിടെയൊക്കെ നീ ഉറക്കേണ്ട ഒരു കാര്യമുണ്ട്. നീ തനിച്ചല്ല, സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കണം. ആ ദൈവ സാന്നിധ്യം നിന്നെ വിട്ട് അകന്നു പോകാതെ നീ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് നീ ഒരിടത്തും പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരിക്കലും നിരാശപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിന്നെ സ്തോത്രം എത്തിക്കേണ്ടടുത്ത് എത്തിക്കുവാനായിട്ടിടയെ തീരും. സ്തോത്രം. ആരും നമ്മുടെ കൂടെ ഇരിക്കണ്ട, ലോകം നമ്മുടെ കൂടെ നിൽക്കണ്ട, കൂടെയുള്ളവർ നമ്മുടെ കൂടെ ഇരിക്കേണ്ട. നാം പലപ്പോഴും അവരൊക്കെ നമ്മുടെ കൂടെ ഇരിക്കാനാണ് നാം പലതും സ്തോത്രം തെറ്റാണ്, അത് ശരിയല്ല എന്നൊക്കെ കണ്ടിട്ട് നാം പലതിലേക്ക് കൂട്ടി നിൽക്കുന്നു. പക്ഷെ ഇല്ല പ്രിയ മക്കളെ, അവർക്കൊക്കെ നമ്മുടെ കൂടെ ഇരിക്കുന്നതിന് ഒരു ടൈമുണ്ട്, ഒരു പരിമിതിയുണ്ട്. അതിന് അപ്പുറം അവർക്ക് നമ്മെ സഹായിക്കുവാനോ നമ്മുടെ കൂടെ ഇരിക്കുവാനോ കഴിയും. പക്ഷേ നിന്റെ ഏത് അവസ്ഥയിലും കൂടെ ഇരിക്കുവാൻ കഴിയുന്ന, നിന്റെ ഏത് സാഹചര്യത്തിലും കൂടെ ഇരിക്കുവാൻ കഴിയുന്ന, ഏതോ പ്രതിസന്ധിയുടെ നടുവിലും ഇറങ്ങി വന്ന് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ നീ വില കൊടുത്ത് കൂടെ ഇരിക്കുവാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നീ കൃതാർത്ഥനായി തീരും. സ്തോത്രം. നിന്റെ കുടുംബ കൃതാർത്ഥനായി തീരാ. നിന്റെ കൂടെ ഇരുന്ന് കർത്താവ് എല്ലാം ചെയ്യുന്നതൊക്കെ സാധിക്കുവാനായിട്ടിടയെ തീരാ. ഒന്നും നിന്റെ മുമ്പിൽ അസാധ്യമായി തീരുകയില്ല. ഒന്നും നിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോകാനായിട്ട് ഇടയാകത്തില്ല. ഒന്ന് നിന്റെ മുമ്പിൽ സ്തോത്രം ഹല്ലേലൂയ മാറിപ്പോകാനായിട്ട് ഇടയാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, നിന്നെ ഞാൻ കൈവിടാതെ. സ്തോത്രം. മനുഷ്യരൊക്കെ നമ്മെ കൈവിട്ട് കളയും, പക്ഷേ നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം നമ്മെ കൈവിടുകയില്ല. പ്രിയതേ മക്കളെ, എത്രയൊക്കെ നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറയുന്നവരും സാഹചര്യം കൊണ്ട് സമ്മർദ്ദം മുഖാന്തരം പലരും കൈവിട്ടു പോകുമ്പോഴും അരുളി ചെയ്തവൻ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം, നീ ദൈവത്തെ ബഹുമാനിച്ച് ദൈവത്തെ ആദരിച്ച് നിന്നെ അറിയിച്ചതായ, നിന്നെ സ്തോത്രം വെളിപ്പെടുത്തി തന്ന ആ സത്യത്തിന് വേണ്ടി നീ നിൽക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ വെളിപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറയട്ടെ, ജോസഫിന്റെ കൂടെ ദൈവം ഇരുന്നു. ജോസഫ് ഒരിടത്തും പരാജയപ്പെടാൻ ദൈവം അനുവദിച്ചില്ല. ജയവീരനായിട്ട് താൻ എന്തപ്പന്റെ ഭവനത്തിൽ വെച്ച് സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തെ പൂർത്തീകരിച്ച് മിസ്രൈമിലെ രണ്ടാമനായിട്ട് ദൈവം മാനിക്കുവാനായിട്ടിടെ തുറന്നു. അവന്റെ മേൽ ധരിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് അവന് മേലധികാരിയാക്കി നിർത്തിയപ്പോ അവനെതിരെ ദോഷം നിരൂപിച്ചവർക്ക്, അവനെ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടവർക്കും അവനെ വിൽക്കുവാൻ പദ്ധതിയിട്ടവർക്കും അവനെ കണ്ടപ്പോ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. അങ്ങനെ നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഇരിക്കേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ നിന്നോടുള്ള ദൈവിക അരുളപ്പാടുകളും നിന്നോടുള്ള ദൈവിക ദർശനങ്ങളെയും വെളിപ്പെടുത്തി തന്ന് ഹല്ലേലൂയ നിന്നെ ആള് മാറ്റിയതിനെ പോലെ സ്വർഗത്തിലെ ദൈവം മാനിക്കുവാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മോട് കൂടെ ഉണ്ട്, നമ്മുടെ കൈയുടെ പ്രവർത്തികൾ സാധിക്കും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്ന നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഇവരെ കൂടെ ഇരിക്കണം, ഇവരുടെ കൈകളുടെ പ്രവർത്തികളെ സാധിപ്പിക്കണം, ഇവരെ കൃതാർത്ഥനായി തീരണം. അപ്പൊ ആ ചിലതിനൊക്കെ വിചാരകനാക്കി നിർത്തണം കർത്താവേ. ഇവരോട് ദൈവം അരുളി ചെയ്തതായ അരുളപ്പാടുകൾ ദൈവം നിവർത്തിക്കണം. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇട്ട പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ നടുവിൽ ഈ പകൽക്കാലം കർത്താവേ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെടണ. ചിലർ ഇവരോട് ദയ കാണിക്കത്തക്ക രീതി ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. ഇവിടെ കൈയുടെ പ്രവൃത്തികൾ സാധിക്കട്ടെ കർത്താവേ. നിഷ്ഫലമാക്കി തീർത്ത, പ്രയോജനമില്ലാതാക്കി തീർത്ത, അസാധ്യമാക്കി തീർത്ത അനുഭവങ്ങൾ മാറി ഇവരുടെ കൈകളുടെ പ്രവൃത്തികൾ യേശുവിന്റെ നാമത്തിൽ അത് സാധിക്കട്ടെ കർത്താവേ. നമ്മുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്രം മഹത്വം അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ ആമേ ആമേ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.